പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് വിലങ്ങടിയാവുന്ന പോലത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒതുക്കാൻ വേറെ ഏത് നേതാവിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും വിജയിച്ചൂടെ? പ്രത്യേകിച്ച് CPM-ന്റെ കോട്ടയാണ്. എന്ത് പറഞ്ഞാലും ഇനി എത്ര വലിയ തരംഗമാണെന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ. മന്ത്രിനെ തന്നെ നിർത്തിയ ചിലപ്പം ഇനി വേറൊരു പരീക്ഷണത്തിന് ഞങ്ങൾക്കിനി വയ്യ. എടാ, ഈ ആലത്തൂർ എന്തിനാ കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത്? ഞാൻ ആലോചിച്ചു ആദ്യം എന്താ ആലത്തൂർ ഈ കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നുള്ള ഉദ്ദേശം എന്തുവാ? മന്ത്രിസഭ അംഗം മന്ത്രിനെ കൊണ്ട് മത്സരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ? ആണ്. അത് പക്ഷെ വേറെ ഒത്തിരി ഫാക്ടറില്ലേ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം MP സ്ഥാനത്തേക്ക് മത്സരിച്ചാലും തോറ്റുപോയാലും ഒരു ഭാഗ്യപരീക്ഷണം പോലെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതി തന്നെ. കാര്യം കഴിഞ്ഞ തവണ വലിയ അടിയാണല്ലോ ഇടതുപക്ഷത്തിനുണ്ടായത്. ആണ്. പക്ഷെ എന്നാലും CPM-ന്റെ വലിയ കോട്ടയത് ആലത്തൂർ. രമ്യ ഹരിദാസ് ഇപ്പോൾ വലിയൊരു എതിരാളിയല്ല. ആദ്യമാണെങ്കിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി വന്ന് മറ്റേ പെങ്ങളുട്ടി ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രമ്യ ഹരിദാസ് ഒരു ഫിഗർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു മൈലേജ് രമ്യ ഹരിദാസിന് കിട്ടാൻ സാധ്യതയുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നു ചാനലുകളിലും അല്ലാതെ ഒക്കെ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവരെ സംബന്ധിച്ച് പറയുന്ന വെച്ചാൽ ഇപ്പോഴും ആ ഒരു ഫെയിം ആളുകളിലുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇവരെ പറ്റിയിട്ട് അങ്ങനെ വലിയ ഇതുള്ളതായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എനിക്കൊന്ന് ആ പെങ്ങളുട്ടി എന്ന് പറയുന്ന ഫെയിമും പിന്നെ അല്ലാതെ എനിക്ക് തോന്നുന്നൊരു കാര്യം കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് കെ രാധാകൃഷ്ണനെ ഈ ചില ഭയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ തവണത്തെ രമ്യ ഹരിദാസ് വിജയിച്ചത് രമ്യ ഹരിദാസിൻ്റെ ഫെയിം ഒരു ഘടകമാണെങ്കിൽ പോലും അതിനേക്കാളൊക്കെ വലിയ സാധനം വലിയൊരു കാര്യം എനിക്ക് തോന്നിയെന്നറിയോ, ഈ ശബരിമല ഇഷ്യൂ ഒരു പ്രശ്നമായിരുന്നല്ലോ. അത് എല്ലായിടത്തും വലിയ വിഷയമായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി അത് ഭയങ്കരമായിട്ട് UDF-ന്റെ ഒരു വോട്ടൊക്കെ ആയിരിക്കണം ഒരു പക്ഷെ ആലത്തൂർ ജയിച്ചു വരാനുള്ള കാര്യം അതായിരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ തവണയും ഈ പറയുന്ന പോലെ ശബരിമലയിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആൾക്ക് കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചൊരു ഭയം ഉണ്ടാവും. പിന്നെ ജനങ്ങൾക്കും വലിയ താല്പര്യമില്ലെന്നാണ് എക്സിറ്റ് ഫലങ്ങൾ. നമ്മളിപ്പോൾ അതിനകത്ത് അഭിപ്രായം പറയാനുള്ള പല പ്രശ്നങ്ങളിലും. ഞാൻ ചോദിക്കുന്നതേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തി, ഒരു മന്ത്രി, ആ മന്ത്രിനെ ആലത്തൂർ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ രമ്യ ഹരിദാസിന് പണ്ട് രാഹുൽ ഗാന്ധി അതൊക്കെ വന്നത് വലിയ സംഭവമായിരുന്നു. വലിയ മൈലേജ് ഉണ്ടായിരുന്നു. പാട്ടും പാടി കൈതോല പായ വിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരുടെ ഇടയിലൊക്കെ ചെന്നപ്പോൾ വലിയൊരു ഇതൊക്കെ പ്രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധനം ഇപ്പം ഉണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം ജനങ്ങൾക്കിടയിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും സ്വന്തം പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് പോലും ഒരു ജയിക്കുമെന്ന് പോലും സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് രമ്യ ഹരിദാസ്. അവരെ നേരിടാനായിട്ട് രാധാകൃഷ്ണനെ പോലെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിനെ കൊണ്ടു നിർത്തുമ്പോൾ അത് രാധാകൃഷ്ണനെ എതിരെ പാർട്ടി ഒരു രാധാകൃഷ്ണനെ മനഃപൂർവ്വം അങ്ങ് ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കെ രാധാകൃഷ്ണനെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്ന് വെച്ചാൽ ആയിരിക്കും. അങ്ങനെയുള്ള രീതികളൊക്കെ ഇടതുപക്ഷം ഉണ്ടെന്ന് വേണേ പറയാം. പിന്നെ കണ്ണൂർ മെയിൻ ഇടമായിട്ട് വടകര കൊണ്ട് മത്സരിപ്പിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തെ നമ്മുടെ PJ രാജനെ മത്സരിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒതുക്കിയല്ലേ. CPM-ന്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനത്തെ ഒരു അങ്ങനെയും അനുമാനിക്കാന്നൊക്കെ പാരമ്പര്യമല്ല, ഒരു കുറെ അടുത്തിടെയായിട്ട് ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു സ്റ്റൈല്. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് വിലങ്ങടിയാവുന്ന പോലത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒതുക്കാൻ. പക്ഷെ അവിടെ കെ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു വിലങ്ങുനടിയൊന്നുമല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ഒരു കെ ശൈലജ ടീച്ചറിനെ പോലെ അല്ലെങ്കിൽ PJ രാജനെ പോലെ കണ്ണൂരിനകത്ത് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളൊന്നും അല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളൊന്നും അല്ല രാധാകൃഷ്ണൻ. അപ്പോഴാ ചോദ്യം ഉണ്ടല്ലേ, പിന്നെ എന്തിന് രാധാകൃഷ്ണൻ? കാരണം രാധാകൃഷ്ണൻ അല്ലെങ്കിലും രമ്യ ഹരിദാസിനെ പോലെ ഒരു വ്യക്തിയാണ് അവിടെയെങ്കിൽ വേറെ ഏത് നേതാവിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും വിജയിച്ചൂടെ? പ്രത്യേകിച്ച് CPM-ന്റെ കോട്ടയാണ്. കഴിഞ്ഞൊരു തവണ മാത്രമേ അത് UDF കൊണ്ടുപോയിട്ടുള്ളൂ എന്നറിയാം. കഴിഞ്ഞ തവണയല്ല, ഇത് രൂപീകരിച്ചതിന് ആലത്തൂർ വന്നതിന് ശേഷം പിന്നെ ഇദ്ദേഹമൊക്കെ ഉണ്ടല്ലോ, KR നാരായണൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനുശേഷം എനിക്കൊന്നും രമ്യ ഹരിദാസ് തോന്നുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന് കിട്ടാൻ ആലത്തൂരാന് ശേഷം PK ബിജു ആണ് തോന്നുന്നു. PK ബിജു അഖിലേന്ത്യാ പ്രസിഡന്റ് SFI PK ബിജു ആണ്. പിന്നെ ഇങ്ങോട്ട് രണ്ട് തവണയും വന്നു. 2009 2014. 2009 2014 അങ്ങനെ രമ്യ ഹരിദാസ് 2009 ഈ ആലത്തൂർ ലോക്സഭ ഉണ്ടാക്കുന്നത്. 2008 അതിനുശേഷം ഇങ്ങനെ തുടർച്ചയായിട്ട് 2 തവണ ഇയാൾ വരുന്നു. പിന്നെ ഇപ്പം ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ വേറൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പം രാധാകൃഷ്ണനെ ഒതുക്കുക എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ അതിനകത്ത് പ്രധാനപ്പെട്ട വേറെ പ്രശ്നം എന്താ വെച്ചാൽ പാർട്ടിയുടെ ഒരു ദേശീയ തലത്തിലുള്ള നേട്ടം ഉണ്ടല്ലോ. അതായത് ദേശീയ തലത്തിലൊരു അംഗീകരിക്കപ്പെടുന്ന പാർട്ടി ആകേണ്ട ഒരു ആവശ്യകത ദേശീയ പ്രസ്ഥാനം ലേവല് വേണ്ടതും ഈ എവിടെയെങ്കിലും കുറഞ്ഞതൊരു 10 സീറ്റെങ്കിലും വിജയിക്കുക അല്ലെങ്കിൽ
എടോ എന്ത് പറഞ്ഞാലും ഇനി എത്ര വലിയ തരംഗമാണെന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ. അതേമാതിരി പിന്നെ സീറ്റാണ് കണ്ണൂർ പോലെയുള്ള. അപ്പോൾ ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ശബരിമല എന്ന് പറയുന്നത് അത്രയും വലിയൊരു കോളിളക്കായിരുന്നേ. ഈ 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും സർക്കാരിന് അത്രയും ജനങ്ങൾക്കിടയിൽ അത്രയും രോഷം നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല കോൺഗ്രസിന് രാഹുൽ ഗാന്ധി നേരിട്ട് വയനാട്ടിലെത്തും എന്ന് പറയുന്നത് വലിയൊരു തരംഗം. BJP പിന്നെ BJPക്ക് വോട്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ ആ വോട്ടുകൾ മുഴുവൻ നേരം കോൺഗ്രസിലേക്ക് പോയി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത്. പക്ഷെ അത്ര വലിയൊരു ജനങ്ങൾക്ക് ഇപ്പൊ ഒരു രോഷം എന്നറിയാൻ ഇപ്പോഴത്തെ സർക്കാരിനോട് ഉണ്ടോ? അത്രയും വലിയൊരു ആളിക്കത്തലൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ലോ. ഉണ്ട്, പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ വഴിക്ക് അങ്ങ് പോകും. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ആർക്കുണ്ടായത്, ഈ ഇടതുപക്ഷത്തിനുണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. കാരണം വെച്ചാൽ ഈ ആലത്തൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആലത്തൂർ കർഷകർ ശരിക്കുള്ള സ്ഥലമാണ്, കർഷക മേഖല, കാർഷിക മേഖല. അതുപോലെ ഈ നെല്ല് സംഭരണത്തിലുള്ള വകുപ്പില്ലാതിരിക്കുക, അങ്ങനെ കുറെ ഫാക്ടറികൾ വിഷയമുള്ള സ്ഥലമാണ്. അപ്പം സ്വാഭാവികമായിട്ടും കേരളാദാശന്റെ ഉള്ളിലെ പക്ഷെ കേരളാദാശം ഇതൊരു തോറ്റിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തോൽക്കാൻ പേടിയുണ്ടാവും. സ്വാഭാവിക അതായിരിക്കണം ആലത്തൂരിൽ മത്സരിക്കാതിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല ആദ്യം പറഞ്ഞല്ലോ. അതൊക്കെ ആയിരിക്കും. ഈ പിന്നെ ദേശീയ പ്രസ്ഥാനമുള്ള ലേബല് നഷ്ടപ്പെടുത്താതിരിക്കുക, പിന്നെ കേരളാദാശന് തോൽക്കാൻ മടി, അങ്ങനെ പ്രശ്നം ഉണ്ടാവാം. പിന്നെ ഈ പറയുന്ന പോലെ ഒതുക്കലുണ്ടാവാം, പക്ഷെ ഒതുക്കേണ്ട ഫാക്ടറി ഇല്ല. അതാണ് ഞാൻ അങ്ങനെ ഒതുക്കാൻ തക്ക രീതിയിൽ കേരളാദാശന് ഒരു മൈലേജ് എന്താണ് വലിയ KK ശൈലജ ടീച്ചർ കമ്പയർ ചെയ്യുമ്പോൾ കാര്യം CPM ചിലപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ വയ്യാത്തോണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോ സംവരണ മണ്ഡലമാണ്. അപ്പം ഒരു സംവരണ മണ്ഡലത്തിൽ അവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അതിന് ആ സാഹചര്യത്തിന് ഒത്തിണങ്ങുന്ന ഒരാളെ കൊണ്ട് നിർത്താനായിട്ട്. പക്ഷെ എന്നാലും മന്ത്രീനെ തന്നെ നിർത്തിയ ചിലപ്പം ഇനി വേറൊരു പരീക്ഷണത്തിന് ഞങ്ങൾക്ക് ഇനി വയ്യ. കേരളാദാശൻ നിയോജകമണ്ഡലം ഉണ്ട്, ചേലക്കര. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത് ഈ പറഞ്ഞ PK ബിജുവിനെ പറ്റിയിട്ട് ആളുകൾക്കുള്ള ഒരു മതിപ്പില്ലായ്മ, പല പ്രശ്നങ്ങളായ മറ്റേ വടക്കഞ്ചേരിയിലെ മറ്റേ പാതേന്റെ വിഷയവും അതൊക്കെ. ഈ പറഞ്ഞ ശബരിമല ഇഷ്യൂ ചിലപ്പോൾ ഒരു പരിധി വരെ അവിടെ എഫക്റ്റ് ആയി കാണത്തില്ലായിരിക്കണം. കാര്യം PK ബിജുവിനോടുള്ള എതിർപ്പും പിന്നെ കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ സ്വാഭാവികമായിട്ട് ആളുകൾ ചേഞ്ച് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നിയ സാധനം, ഈ രമ്യ ഹരിദാസിന് കേവലം ആലത്തൂർ മാത്രമായിരുന്നില്ല. ഇപ്പൊ പെങ്കളുട്ടി എന്നുള്ള പേര്, അല്ലെങ്കിൽ പാട്ടുപാടും, അതൊരു വലിയ ഇന്ററാക്ഷൻ. ആൾക്കാരുടെ കേരളത്തിന്റെ ഏത് ജില്ലയിൽ പോയി ചോദിച്ചാലും ആലത്തൂരല്ല MP ആരാന്ന് ചോദിച്ചാൽ ആ രീതിയിലേക്കുള്ള ഒരു വളർച്ച അവർക്കുണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അറിയില്ല, അവർക്കത് ഉണ്ടായിട്ടുണ്ട്. അത് താഴെ തട്ടിക്കിടന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അവർക്ക് പെട്ടെന്ന് ഒരു MP സ്ഥാനത്തേക്ക് വരും. ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയല്ല ആലത്തൂര്, പിന്നെ ജയിക്കില്ല എന്ന് ഉറപ്പല്ലേ, അതുകൊണ്ടാണല്ലോ ആലത്തൂർ അങ്ങനെ അന്ന് അവർക്ക് കൊടുത്തത്. സ്വാഭാവികം. പക്ഷെ കോൺഗ്രസ് പോലും കോൺഗ്രസിന് വലിയ ഇതൊക്കെയായി, ഞെട്ടിപ്പോയി അവിടെ വന്നപ്പോൾ. അപ്പം ഈ ഒന്നിന്റെ ഫാക്ടറികൾ ഇതാണ്. പിന്നെ ഈ കേരളാദാശനെ സംബന്ധിച്ചോളം ഇങ്ങനൊരു കേരളാദാശന്റെ ഭയങ്ങൾ ഇതൊക്കെയാണ്, തോറ്റുപോകുമോ എന്നുള്ള ഭയം. സർക്കാരിനെതിരെ ഇപ്പൊ ഭയങ്കര വിരോധമുള്ള മറ്റേ പെൻഷന്റെ കാര്യവും ബജറ്റും സാധനങ്ങളും ഒക്കെ അത് ഫാക്ടർ ആവുമെന്നുള്ളൊരു ഭയമുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും കേരളാദാശന് ഒരു വലിയ ഇതായിട്ടുള്ളത്. പിന്നെന്താ ഇപ്പം അതിനകത്ത് ഇങ്ങനെ കാര്യമായിട്ട് പറയാൻ ഈ ഇത്ര കാര്യങ്ങളാണ്. ഒതുക്കാന്നുള്ളതായിരിക്കില്ല പിന്നെ എന്താ അറിയോ, ഇതിനകത്തൊരു 5 സീറ്റെങ്കിലും കിട്ടിയാല് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അതാ ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് 1 സീറ്റ് കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന സമയത്ത് അത് ഭരിക്കുന്ന സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് 19-1 പോകുക എന്ന് അല്ല 20-1 പോകുക, അല്ലെങ്കിൽ ഒരു സീറ്റിലേക്ക് മാത്രം 20 സീറ്റിൽ 1 മാത്രം ഒതുങ്ങുക എന്ന് പറയുമ്പോൾ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ലേബലൊക്കെ പിണറായി കത്തിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് ഒന്നും ഇല്ലാണ്ടായി പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കോൺഗ്രസ് വലിയ മൈലേജ് കൊടുത്തിട്ടുണ്ട്. 1 മാത്രം ഒതുങ്ങി. അതിൽ അന്ന് ആകെ ഇടതുപക്ഷത്തിന് എന്ന് പറയാനുള്ളത് കനലൊരു തരി മതി എന്നുള്ള ഒറ്റ വാചകത്തിൽ പിടിച്ചെന്നാണ് ഇടതുപക്ഷം. അപ്പൊ ഇത്തവണ ഒരു 5 സീറ്റെങ്കിലും പിടിച്ചാൽ, 20-ൽ 5 സീറ്റെങ്കിലും പിടിച്ചാൽ ഇടതുപക്ഷം സംബന്ധിച്ച് പിന്നെ അപ്പം സ്വാഭാവികമായിട്ടും പിണറായി വിജയന് പറയാം ഇപ്പോഴും ഇടതുപക്ഷം പ്രസക്തമാണ് കേരളത്തിൽ. പറയാം. പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല അത് വലിയൊരു പിടിച്ചെടുക്കലായിരുന്നു, വലിയ തകർച്ചയായി എന്നൊക്കെ രീതി. അത് ഈ തവണ അവർ നല്ലൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ബാധിക്കാനും സാധ്യത അറിയില്ല. അപ്പം ഉണ്ടാവുമായിരിക്കും. ബാധിക്കാന്നല്ല, പക്ഷെ നമുക്ക് ഒരു പൾസ് അറിയാൻ പറ്റും. ഇനിയിപ്പം
ഒരു പ്രതീക്ഷയാണ് സത്യം പറഞ്ഞാല് ഒരു എൽഡിഎഫ് വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ അവർക്ക്. അതെ, ജനങ്ങൾ ചിലപ്പോ ഒന്ന് ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത. ശരിക്കും കോൺഗ്രസ് കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂടുതലുണ്ട് കോൺഗ്രസിന്. എന്തായാലും BJP വരാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും കോൺഗ്രസും സമ്മതിക്കില്ല എന്നൊരു സാധനം ആത്മവിശ്വാസം ഉണ്ട്, അതിനുള്ള വർക്കൗട്ടും ചെയ്യുന്നില്ല, ഒരു പണി എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. പണിയെടുക്കുന്നില്ല എന്നുള്ളൊരു സാധനം അവരുടെ ഉള്ളിലുണ്ട്, കോൺഗ്രസ്സുകാരുടെ ഉള്ളിലുണ്ട്. നന്നായിട്ട് പണിയെടുക്കാൻ പറ്റിയ അവസരങ്ങളുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. മുതലെടുക്കാം, ഇഷ്ടം പോലെ മുതലെടുക്കാം. വാർ റൂമൊക്കെ അവര്, പക്ഷെ ഈ തവണ വാർ റൂമൊക്കെ സജ്ജീകരിച്ച് ഭയങ്കര പരിപാടിയാണ്. പക്ഷെ എന്നിട്ട് എനിക്കൊന്ന് താഴെ തട്ടിലെ ആളുകളിലേക്ക് ഒരു വിശ്വാസ്യത കൊണ്ടുവരാൻ പറ്റിയെങ്കിലേ കോൺഗ്രസിന്റെ ഏറ്റവും ബേസിക്സ് ആണ്. ഇടതുപക്ഷം സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വിപ്ലവ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇനി പാർട്ടി ക്യാമ്പയിൻ കൊടുത്തില്ലെങ്കിലും ആളുകൾ ഇപ്പൊ ചെറുപ്പക്കാരെ ആ ഒരു സാധനം ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ കോൺഗ്രസിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഒരു ആശയ ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് പിന്നെയും കോൺഗ്രസിന്റെ ആശയം ഉണ്ടായത്, എന്ത് ഈ പറഞ്ഞ വർഗീയ രാഷ്ട്രത്തെ മാറ്റണം, അങ്ങനെയൊക്കെ. അപ്പൊ അത് ആളുകളിലേക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പോലെ എത്തിക്കാൻ പറ്റിയാലേ കോൺഗ്രസിന് കഴിയുള്ളൂ ജയിച്ചു വരാൻ. പക്ഷെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടോ? എന്താ അങ്ങനെ എനിക്കറിയില്ല. ജയിക്കും. ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ ഇപ്പൊ രണ്ട് തവണ 2 ടേമിൽ സർക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പം നിയമസഭാ ഇലക്ഷൻ 2 ടേമിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ജനങ്ങളുടെ ഒരു വിരുദ്ധത എന്നൊക്കെ പറയില്ല നമ്മള്, ആ സാധനം ചിലപ്പോൾ പോസിറ്റീവ് ആക്കാം എന്നുള്ളൊരു തീരുമാനമായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ്. അപ്പം രമ്യ ഹരിദാസിന് ഈ പറയുന്ന പോലെ ആത്മവിശ്വാസം രമ്യ ഹരിദാസ് സിറ്റിംഗ് MP അല്ലേ, മത്സരിക്കുന്ന പറയുന്ന സിറ്റിംഗ് MP. രമ്യ ഹരിദാസ് തന്നെ മത്സരിക്കും. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വേറെ ഒരു ആളെ മാറ്റൊന്നുമില്ല, കാരണം സിറ്റിംഗ് MP മത്സരിക്കും. കോൺഗ്രസ് വലിയ പരീക്ഷണത്തിനില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇത്തവണ വലിയ പരീക്ഷണത്തൊന്നുമില്ല, ആരാണോ മത്സരിച്ച് ജയിച്ച ആൾക്കാർ അവരെന്നെ മതി. ലീഗ് ഈ പറയുന്ന പോലെ 3 സീറ്റ് ചോദിക്കുന്നതും ഒക്കെ ആയിരിക്കണം ഈ താമസം വരുന്നത്. നേരത്തെ ഇതിപ്പം ഇപ്പൊ എന്താ പ്രശ്നം എന്താണെന്നറിയോ, ആരും ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല. എല്ലാവരും ഞങ്ങൾ ആദ്യം കഴിവ് തെളിച്ച ആൾക്കാർ അവരങ്ങ് എല്ലാവരും അങ്ങ് വലിയ നേതാക്കളെ കൊണ്ടുവന്ന് മുഖാമുഖം ഏറ്റുമുട്ട. അതിനകത്ത് ഈ പറയുന്ന പോലെ KK ശൈലജനെ പോലെയുള്ള ഹതഭാഗ്യരായ ആളുകളെ ഏറ്റുവിടുന്നു. അടുത്ത തവണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് KK ശൈലജ മുഖ്യമന്ത്രിയാവുന്നു പറഞ്ഞിട്ട് ലേബൽ അടിച്ചിറക്കിയാൽ സ്വാഭാവികമായിട്ടും വിജയിക്കില്ലേ? അതെ, അതിപ്പോ കോൺഗ്രസിനുള്ളിൽ നിന്നുണ്ട്. കെ മുരളീധരന്റെ പേര് ഈ പറഞ്ഞ പോലെ ലോക്സഭയ്ക്ക് പുള്ളിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും കേരളത്തിൽ മത്സരിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നു. KK ശൈലജ അന്നേരം KK ശൈലജ വിജയിച്ചാൽ സത്യത്തിൽ കോൺഗ്രസ് ആണ് ഗുണം, MP ആയിട്ട് കൂടും. പിന്നെ കേരളത്തിൽ പിന്നെ പേടിക്കണ്ടല്ലോ മത്സരിപ്പിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഒരു കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂടും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസമില്ല. ഇനി ആര് സംബന്ധിച്ചില്ലെങ്കിൽ രമ്യ ഹരിദാസിന് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ഞാൻ ഇത്തവണയും പാട്ട് പാടും ജയിക്കും. അതല്ലാതെ CPM-ലേക്ക് വരുമ്പോൾ CPM-ന് ഈ പറഞ്ഞ K രാധാകൃഷ്ണൻ വലിയൊരു അസറ്റാണ്. മത്സരിച്ച് നിന്നാൽ അത് ജയിക്കുകയൊക്കെ ചെയ്യും, ജയിക്കാൻ വലിയ സാധ്യതയുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ല, അറിയാം കാര്യമൊന്നുമില്ല. MP ആയിട്ട് അവിടെ പോയാൽ ഒതുക്കപ്പെടാൻ സാധ്യതയുണ്ട്. രാധാകൃഷ്ണന് മാത്രമാണ് കോൺഫിഡൻസ് ഇല്ലാത്ത, പാർട്ടിക്ക് ഭയങ്കര പാർട്ടിക്ക് സ്വാഭാവിക കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. പാർട്ടിയുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രി, പാർട്ടിയുടെ പിന്നെ SSC വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങൾക്കൊന്നും പോകാത്ത ഒരു മന്ത്രി അതന്നെ ആയിരിക്കണം. അല്ലാണ്ട് വലിയ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒതുക്കലൊന്നല്ല, തിരിച്ചു പിടിക്കണം ദേശീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കണം, തിരിച്ചു പിടിക്കണം, ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കണം. അതന്നെ ഉള്ളൂ, അല്ല വേറെ കാര്യം. K രാധാകൃഷ്ണൻ ഒരു ഭാഗ്യം, ഇത്രയുള്ള സംഭവം എനിക്ക് മനസ്സിലായ കാര്യമാണ്. K രാധാകൃഷ്ണനെ സംബന്ധിച്ചോളം K രാധാകൃഷ്ണൻ ഈ പറഞ്ഞ ഭയങ്ങളുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറല്ല. K രാധാകൃഷ്ണനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് ജയിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് കിട്ടാതിരുന്ന ഒരു മണ്ഡലം പിടിച്ചെടുക്കുന്ന രമ്യ ഹരിദാസ് BJP പക്ഷെ ഇത്തവണ എനിക്കൊന്ന് BDJS-ന്റെ സീറ്റായിരുന്നു. BDJS-ന്റെ കയ്യിൽ നിന്ന് BJP വാങ്ങിയിട്ടുണ്ട്. അവിടെ BJPക്ക് ജയിക്കാനാവില്ലായിരിക്കും, പക്ഷെ ഒരു വോട്ടിന്റെ അവർക്ക് കഴിഞ്ഞ തവണ വലിയ ഇടി ഉണ്ടായിട്ടുണ്ട്, വോട്ട് ഷെയറിന് വലിയ ഇടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നികത്തുക എന്നുള്ള സാധനമാണ് ഇത്തവണ. പിന്നെ ശക്തനായ പയ്യ വളർന്നു അവർക്ക് കർഷക സമരമൊക്കെ വലിയ ഗുണമുണ്ടാക്കുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. കർഷകരായിട്ടുള്ള സ്ഥലമല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു പ്രതീക്ഷയുടെ പുറത്തേക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും ത്രികോണ മത്സരം ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ കൗതുകം. അതായത് പാട്ടുപാടി ജയിച്ച രമ്യ ഹരിദാസിന് പിന്നെയും ജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പാട്ട് മാറ്റി പിടിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ K രാധാകൃഷ്ണൻ തോൽവി അറിയോ? അത് ഏറ്റവും വലിയ പേടിയതായിരിക്കും.
കെ രാധാകൃഷ്ണൻ തോറ്റുപോയ കെ രാധാകൃഷ്ണന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ, ഞാൻ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത. ഇപ്പൊ എ സമ്പത്ത് തോൽവി അറിഞ്ഞിട്ടില്ലാത്തൊരു നേതാവായിരുന്നു. അദ്ദേഹത്തെ അടൂർ പ്രകാശ് തോൽപ്പിച്ചില്ലേ? അടൂർ പ്രകാശ് തോൽവി അറിഞ്ഞിട്ടില്ലാത്തൊരു നേതാവാണ് എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് തോൽവി മറ്റൊരു ചരിത്രം ഉണ്ടാകുന്ന രമ്യ ഹരിദാസ് തോൽപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ ചരിത്രം. എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല, മന്ത്രിസ്ഥാനം എപ്പോഴും ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം, എന്തായാലും കണ്ടറിയാലേ.